ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമാണ്. ജീവൻ്റെ ചെപ്പുകൾ എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ 5ാം ക്ലാസ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് 6ാം ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ചെറിയൊരു പ്രാണി കടിച്ചപ്പോൾ ഇത്രയും വേദനയോ എന്നൊരു കുട്ടി ചോദിക്കുന്ന ഒരു പിക്ചറാണ്. വീടിൻ്റെ മുന്നിലുള്ള മനോഹരമായ പൂന്തോട്ടത്തിലൂടെ മൂളിപ്പാട്ടും പാടി നടക്കുകയായിരുന്നു മിന്നു. പെട്ടെന്ന് എന്തോ ഒന്ന് കൈകൾ കുത്തി. എന്തൊരു വേദന! തൻ്റെ കയ്യിൽ കറുത്ത നിറത്തിലുള്ള ചെറുപ്രാണിയെ കണ്ടു. മിന്നുവിന് അത്ഭുതം. എത്ര ചെറിയ ജീവി! ചെറിയൊരു ജീവി കടിച്ചപ്പോൾ ഉള്ള വേദന. അപ്പോൾ നമ്മുടെ പരിസരത്ത് വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട് അല്ലേ? വൈവിധ്യമാർന്ന എന്തെല്ലാം സസ്യങ്ങളും ജന്തുക്കളുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. വലുത്, ചെറുത്, വിവിധ നിറത്തിലുള്ളത്, വ്യത്യസ്ത ആകൃതിയിലുള്ളത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിനെ അതിൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഉറുമ്പാണോ കരയിലെ ഏറ്റവും ചെറിയ ജീവി? നിങ്ങൾ കണ്ട ഏറ്റവും ചെറിയ ജീവി ഏതാണ്? ഇതിലും ചെറിയ ജീവികളുണ്ടോ? വെള്ളത്തിലും വായുവിലുമൊക്കെ ചെറിയ ജീവികളുണ്ടല്ലേ? വളരെ ചെറിയ ജീവികളെ എങ്ങനെ കാണാം? ചെറിയ ജീവികളെ വലുതായി കാണാൻ നമുക്കൊരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചാലോ? അപ്പോൾ കുട്ടികൾക്ക് പരീക്ഷണത്തിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിതിൻ്റെ ആവശ്യം വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. നമുക്ക് ഇത് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കാം. മൈക്രോസ്കോപ്പ്. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ പരീക്ഷണത്തിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് ഞാൻ വായിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വായിക്കാം. ജലം എങ്ങനെ ശേഖരിക്കാം? നിരീക്ഷണത്തിന് വേണ്ടി ജലം എങ്ങനെ ശേഖരിക്കാം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് നിന്ന് വൈക്കോൽ ചീഞ്ഞ ജലം ശേഖരിക്കാം. എന്നിട്ട് അതിലേക്ക് നോക്കുന്ന സമയത്താണ് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളെ കാണാൻ കഴിയുക. അപ്പോൾ ഇത്തരം ജലങ്ങളിൽ കാണാൻ പറ്റുന്ന ചെറിയ സൂക്ഷ്മജീവികളാണ് അമീബ, പാരമീസിയം, യൂഗ്ലീന. വൈറസ്, ബാക്ടീരിയ എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വൈറസ്, ബാക്ടീരിയ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അവയെപ്പോലെ ഈ ജീവികളും സൂക്ഷ്മജീവികളാണ്. അമീബ, പാരമീസിയം, യൂഗ്ലീന. ഇപ്പോൾ നമ്മുടെ ബയോളജി ക്ലാസ്സിൽ നമ്മൾ ഇതിനകം തന്നെ ചെറുജീവികളെക്കുറിച്ച്, സൂക്ഷ്മജീവികളും അവ പരത്തുന്ന രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ബേസ്ഡ് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അതും കൂടി കാണുക. ജോഗ്രഫി, ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, അങ്ങനെ പല സബ്ജക്റ്റുകൾ നമ്മൾ ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ജീവൻ്റെ നിർമ്മിതി. ഈ സൂക്ഷ്മജീവികളിലും ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ചെറിയ ജീവികളാണെങ്കിൽ കൂടിയും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവയിൽ നടക്കുന്നുണ്ട്. സോ എന്തൊക്കെയാണ് നടക്കുക? ജീവശരീരത്തിലെ ചെറുഘടകങ്ങൾ. ചെറിയ ജീവികളിലും നമ്മുടെ ശരീരത്ത് കാണുന്ന പല അവയവങ്ങളും പല ഘടകങ്ങളും അതിൻ്റെ ഒരു മൈന്യൂട്ട് വേർഷൻസ് നമുക്ക് ഇപ്പുറത്തും കാണാൻ കഴിയും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നാണ്. ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറു ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടകങ്ങളെ നമ്മൾ പറയുന്നത് കോശങ്ങൾ എന്നാണ്. അപ്പോൾ ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറു ഘടകങ്ങളാണ് കോശങ്ങൾ അഥവാ സെൽസ്. ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്. അവയെ നമ്മൾ ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികളാണ്. അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ. ഇനി ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുണ്ട് എങ്കിൽ അവയെ നമ്മൾ ബഹുകോശ ജീവികൾ എന്ന് പറയുന്നു. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ജന്തുക്കൾ, സസ്യങ്ങൾ, ഇതെല്ലാം ബഹുകോശ ജീവികളാണ്. ഓക്കെ അല്ലേ? ഇതൊക്കെ പരീക്ഷണങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. കവിളിലെ കോശം എടുക്കുന്ന രീതി. അപ്പോൾ നമ്മുടെ കവിളിൽ നിന്ന് കോശം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കവിളിൻ്റെ ഉൾവശം ചുരണ്ടി എടുക്കുക എന്നുള്ളതൊക്കെ ഇത് പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ഫാക്റ്റ് മാത്രം നോക്കാം. ഓക്കെ അല്ലേ? വലിയ വീട് നിർമ്മിക്കാൻ വലിയ ഇഷ്ടികയും ചെറിയ വീട് നിർമ്മിക്കാൻ ചെറിയ ഇഷ്ടികയുമാണോ ഉപയോഗിക്കുന്നത്?
എങ്കിൽ വീടുകളുടെ വലിപ്പ വ്യത്യാസത്തിന് കാരണം എന്തായിരിക്കും? വലിയ വീടായാലും ചെറിയ വീടായാലും കോശങ്ങൾ ആ ഇഷ്ടിക ഏകദേശം സെയിം ആയിരിക്കും അല്ലേ? ഇതുപോലെ തന്നെയാണ് ജീവികളുടെ കാര്യത്തിലും സെല്ലൊക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ എത്ര സെല്ലുകൾ ഉണ്ട്, എത്ര സെല്ലുകൾ ചേരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിപ്പ വ്യത്യാസങ്ങൾ വരുന്നത്. മനുഷ്യ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടി കോശങ്ങൾ ഉണ്ട് അത്രേ. അപ്പോൾ ഒരു ആനയുടെ ശരീരത്തിൽ എത്രമാത്രം കോശങ്ങളുണ്ടാവും? അപ്പോൾ കോശങ്ങളുടെ അറേഞ്ച്മെന്റ് അനുസരിച്ചാണ് ആകൃതിയും മറ്റും വ്യത്യാസം വരുന്നത്. അപ്പം മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും ആകൃതി കവളിലെ കോശങ്ങളുടേതുപോലെ ആണോ? അല്ല, വ്യത്യാസം ഉണ്ടാവും അല്ലേ? നമ്മുടെ ചിത്രത്തിലൊക്കെ പല തരം കോശങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ പലതരം കോശങ്ങളുണ്ട്. ഇത് പേശീകോശമാണ്. ദെൻ ഇത് നാഡീകോശമാണ്. അപ്പോൾ വിവിധ സ്ഥലങ്ങൾ നിർമ്മിക്കാൻ വിവിധ തരത്തിലുള്ള കോശങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുന്ന സമയത്ത് ഇഷ്ടിക ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ആ ഇഷ്ടികയുടെ ഷേപ്പൊക്കെ വ്യത്യാസം വരും അല്ലേ? ചിലപ്പോൾ നമ്മളത് പൊട്ടിച്ച് ഉപയോഗിക്കും, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കല്ലുകൾ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഏത് മോഡലാണ് വേണ്ടത് അതനുസരിച്ചുള്ള കല്ലുകൾ നമ്മൾ മാറ്റിയെടുക്കുന്നത് പോലെ കോശങ്ങളും പല തരത്തിലുള്ള കോശങ്ങളുണ്ട്. അപ്പോൾ വിവിധ തരം കോശങ്ങൾ ഉപയോഗിച്ചാണ് ഓരോ ജീവികളെയും നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ കോശത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്, കോശം എന്നുള്ളത് വിവിധ ആകൃതിയിലും ഷേപ്പിലും ഉണ്ടല്ലോ. ഇഷ്ടിക, അതേപോലെ പലതരത്തിലുള്ള കല്ലുകളുണ്ടല്ലോ, ചെങ്കല്ല്, പല തരത്തിലുള്ള, അതേപോലെ കോശങ്ങളും പലതരത്തിലുണ്ട്. അപ്പോൾ ആ കോശത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളതെന്നാണ് നമ്മൾ പഠിക്കാൻ പോവുക. ഇപ്പോൾ ഇവിടെ ഒരു ജന്തു കോശമാണ് തന്നിരിക്കുന്നത്, ഒരു ജീവിയുടെ കോശമാണ്. അപ്പോൾ ഈ ചുറ്റുഭാഗത്തുമുള്ള ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ, ഇതിന് നമ്മൾ പറയുന്ന പേര് കോശസ്തരം എന്നാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ദ്രവത്തിന് കോശദ്രവം എന്നും അതിൻ്റെ സെൻട്രലായിട്ട് കാണുന്നതിന് കോശമർമ്മം എന്നും പറയും. കോശങ്ങളുടെ വൈവിധ്യം നമുക്ക് മനസ്സിലായി. എല്ലാ കോശങ്ങളിലും പൊതുവായ ചില ഘടകങ്ങളുണ്ട്. മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. കോശത്തിൻ്റെ കേന്ദ്രം, നടുക്ക് വരുന്നത് മർമ്മമാണ്. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. ഈ കോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് കോശസ്തരമാണ്. കോശസ്തരത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകമാണ് കോശദ്രവ്യം. അപ്പോൾ അതിൻ്റെ കേന്ദ്രം മർമ്മമാണ്, കോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് സ്തരമാണ്, അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം കോശദ്രവമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ കവളിലെ കോശം ഇതാണ്, ഇത് മർമ്മമാണ്, ഇത് കോശസ്തരമാണ്, കോശദ്രവമാണ്. ഇനി വെളുത്ത രക്തകോശം ഇതാണ്, കോശമർമ്മം, കോശദ്രവം, കോശസ്തരം. അതിൻ്റെ ഭാഗങ്ങളൊക്കെ സെയിം ആണ്, ആകൃതിയും മറ്റു ഫങ്ഷൻസൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ജന്തുകോശത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി സസ്യശരീരം, ഏതെങ്കിലും ഒരു സസ്യഭാഗം നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ കാണുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ അല്ലേ? ഇതൊക്കെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്, അത് നമുക്ക് തൽക്കാലം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സസ്യകോശങ്ങളിലും വൈവിധ്യമുണ്ട്. തന്നിരിക്കുന്ന ചിത്രത്തിൽ കാവൽ കോശങ്ങളോടൊപ്പം വേറെയും കോശങ്ങൾ കാണുന്നില്ലേ? കാവൽ കോശങ്ങൾ, ഇലയിലെ മറ്റു കോശങ്ങൾ, തൊലിയിലെ കോശങ്ങൾ എന്നിവ ആകൃതി, വലിപ്പം എന്നീ അടിസ്ഥാനത്തിൽ വ്യത്യാസമാണ്. സോ ജന്തുകോശവും സസ്യകോശവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ജന്തുകോശത്തിൽ മർമ്മം, കോശദ്രവ്യം, ഫേനം, കോശസ്തരം, ഇത് കോമൺ ആയിട്ടുണ്ടല്ലേ? മർമ്മം രണ്ടിലുമുണ്ട്, കോശദ്രവ്യം രണ്ടിലുമുണ്ട്, ഫേനം രണ്ടിലുമുണ്ട്, കോശസ്തരം രണ്ടിലുമുണ്ട്. ഹരിതകം, കോശഭിത്തി, ഇത് സസ്യകോശത്തിൽ മാത്രമുള്ളതാണ്. ഹരിതകവും കോശഭിത്തിയും. ഇതിൻ്റെ ഫങ്ഷൻസിലേക്ക് നമ്മൾ കടക്കും കേട്ടോ. അപ്പോൾ ഏതൊക്കെ സസ്യത്തിലുണ്ട്, ഏതൊക്കെയാണ് ജീവികളിലുള്ളതെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റാണ്. അതുകൊണ്ടാണ് അധികം പോയിന്റുകൾ പറയാതെ കുറേയൊക്കെ ഷോർട്ടായിട്ട് മാത്രം പറയുന്നത് കേട്ടോ. ദെൻ ഇതൊക്കെ പരീക്ഷണമാണ്. ജന്തു ശരീരവും സസ്യശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നമുക്ക് മനസ്സിലായി. ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധ ആകൃതിയിലും വലിപ്പത്തിലും കോശങ്ങളുണ്ട്. അപ്പോൾ ജന്തു സസ്യ ജാലങ്ങളിൽ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും കോശങ്ങളുണ്ട്. ഈ കോശങ്ങളുടെ കൂട്ടായ്മയാണ് ജീവൻ നിലനിർത്തുന്നത്.
സോ വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ജീവൻ്റെ അടിസ്ഥാന ഘടകം കോശമാണ്. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളുമുണ്ട്. അവയുടെ ഉദാഹരണം അടക്കം പഠിച്ചു. ജീവികളുടെ വലിപ്പം കോശങ്ങളുടെ വലിപ്പത്തെയല്ല എണ്ണത്തെയാണ് ആശ്രയിക്കുന്നത്, അല്ലെ? കോശത്തിൻ്റെ വലിപ്പം സെയിം ആയിരിക്കും, അതിൻ്റെ ആകൃതിയും എണ്ണവുമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. ആകൃതിയും എണ്ണവുമാണ് വ്യത്യാസം വരുന്നത്. പിന്നെ കോശഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പഠിച്ചു. പ്രധാനമായിട്ടും ജീവികളിലാണ് എങ്കിൽ ഫേനം, മർമ്മം, കോശദ്രവ്യം, കോശഭിത്തി. ഇനി നേരെ സസ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത്, കോശഭിത്തി സസ്യങ്ങളിലാണ്. സസ്യങ്ങളിൽ ആ കോശഭിത്തി ഉള്ളതുകൊണ്ടാണ് ചുറ്റുഭാഗം തടി പോലെ ഇരിക്കുന്നത്, അല്ലേ? മനുഷ്യനിലുള്ളത് കോശസ്തരമാണ്, ജീവികളിലുള്ളത് കോശസ്തരമാണ്. സസ്യങ്ങളാവുമ്പോൾ കോശ ഭിത്തിയും ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഹരിതകവും ഉണ്ടാകും, അല്ലേ? സോ ഈ ഒരു ചെറിയ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് വളരെ കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ എന്ന് കരുതി പേടിക്കേണ്ട. ഇനി വലിയ വലിയ ഫാക്റ്റിലേക്ക് നമ്മൾ ഹൈസ്കൂളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും. ഹൈസ്കൂളിൽ മാത്രമല്ല, കുറച്ചങ്ങോട്ട് പോകുമ്പോൾ തിയറീസ് കൂടുതൽ വരും. അപ്പോൾ ഇപ്പോൾ ബേസ് ഉറപ്പിച്ച് പോവുക. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.